ഹലോ മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലാസ് 7 ബേസിക് സയൻസിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനുവൽ എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആക്ടിവിറ്റി 1 എന്താണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ എൻ്റെ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണ് തീർച്ചയായും കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് ദ ക്ലീൻലെസ് ഡ്രൈവ് ഹെൽഡ് ആസ് എ പാർട്ട് ഓഫ് ദ ക്ലീൻലെസ് വീക്ക് സെലിബ്രേഷൻ ഓൺ ഗാന്ധി ജയന്തി ദ ഫോളോയിങ് തിങ്സ് വെയർ കളക്റ്റഡ്, സോർട്ട് ദ തിങ്സ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ക്ലീൻലെസ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റൊക്കെ കിട്ടി. താഴെ പറയുന്നതാണ്: പേപ്പർ, ബനാന ലീവ്സ്, പ്ലാസ്റ്റിക് കവർ, മൊബൈൽ ഫോൺ ബാറ്ററീസ്, പേപ്പർ കപ്സ്, തെർമോകോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ബൾബ്, ഗ്ലാസ് പീസസ്, ഷൂ, ബാഗ് ആൻഡ് ക്യാൻഡി കവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ 3 തരം വേസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ ആൻഡ് ഹസാർഡസ് അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, പേപ്പർ, ബനാന ലീവ്സ്, പേപ്പർ കപ്പ്. ഓക്കെ, അപ്പോൾ ഇത് തരംതിരിക്കാം. ഇനി നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് പ്ലാസ്റ്റിക് കവർ, തെർമോകോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഗ്ലാസ് പീസസ്, ഷൂ, ബാഗ്സ്, ക്യാൻഡി കവേഴ്സ്. ഓക്കെ, ഇനി ഹസാർഡസ് ഏതൊക്കെയാണ്? മൊബൈൽ ഫോൺ ബാറ്ററി, ബൾബ്. ഇതൊക്കെ ഹസാർഡസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻറ്റിഫിക് സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ തരംതിരിക്കുന്നതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? അപ്പോൾ ഇത് പ്രിവെൻറ്റ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ, റെഡ്യൂസസ് ഹെൽത്ത് പ്രോബ്ലം അല്ലേ? ഇപ്പോൾ എൻവിറോൺമെൻറ്റ് പൊല്യൂഷന് റെഡ്യൂസ് ചെയ്യാനും അതുമൂലം നമ്മുടെ ഹെൽത്ത് പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നോക്കാം. ആക്ടിവിറ്റി 2. ഷൂ ഫ്ലവർ, ടർമറിക്, ബീട്രൂട്ട്, മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്താലിൻ. ക്ലാസിഫൈ ദ ഗിവൺ തിങ്സ് യൂസിങ് ദ ക്രൈറ്റീരിയ. അപ്പോൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? നമുക്കിതിനെ നാച്ചുറൽ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ലാബോറട്ടറി ഇൻഡിക്കേറ്ററുമാണ് അല്ലേ? നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഏതാണ്? ബീട്രൂട്ട്, ഷൂ ഫ്ലവർ, ടർമറിക്. ലാബോറട്ടറി ഇൻഡിക്കേറ്റർ ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്. Does any color change occur when lemon juice is added to the paper rubbed with the shoe flower? Explain the scientific reason for this. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പേപ്പറിൽ ഷൂ ഫ്ലവർ നമ്മൾ നന്നായിട്ടിങ്ങനെ ഉരക്കുക. ഓക്കെ, എന്നിട്ട് ലെമൺ അതിലേക്ക് റബ്ബ് ചെയ്താൽ എന്ത് കളർ ചേഞ്ചാണ് അവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ സയൻറ്റിഫിക് റീസൺ പറയാനാണ്. When lemon juice is added to a paper rubbed with a shoe flower, paper turns red. This is because the citric acid in lemon turns blue, litmus red. Okay. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കൊച്ചി. Volunteer group start more dialysis unit centered around കൊച്ചി. Did you notice the newspaper report? അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് കൊച്ചി ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഡയാലിസിസ് ഈസ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ വിച്ച് പേഷ്യൻറ്റ്? അപ്പോൾ ഡയാലിസിസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്? അതുമാത്രമല്ല ഇവിടെ കിഡ്നീൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്യാനാണ്. ഇവിടെ 1, 2 അടയാളപ്പെടുത്തില്ലേ? അപ്പോൾ അത് നമ്മൾ ആ പാർട്സ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ്? ഈ കിഡ്നി തകരാറിലായ പേഷ്യൻസിനാണ് അല്ലേ? ഡയാലിസിസ് ഈസ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ കിഡ്നി വെൻ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഓക്കെ, കിഡ്നി ശരിയായി പ്രവർത്തിക്കാത്തവർക്കാണ് ഈ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത പാർട്സ് 1 കിഡ്നി, 2 യൂറിനറി ബ്ലാഡർ. വാട്ട് ആർ ദ അതർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി? അപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ മറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഏതൊക്കെയാണ്? 1 കിഡ്നി, പിന്നെ ലിവർ, സ്കിൻ, ലങ്സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5th ആക്ടിവിറ്റി. മദർ സെഡ് ഐ ഷുഡ് വാഷ് ദ ഫ്രോസൺ ഫിഷ് ഐ ബോട്ട് ഫ്രം ദ മാർക്കറ്റ് സെവറൽ ടൈംസ് ബിഫോർ കുക്കിംഗ് ഇറ്റ്. ഷീ സസ്പെക്റ്റഡ് ദാറ്റ് ദെയർ വാസ് സം കെമിക്കൽ ഇൻ ഇറ്റ് അല്ലേ? അപ്പോൾ അമ്മ പറയാണ് ഫ്രോസൺ ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാവൂ അല്ലേ? അപ്പോൾ ഷീ സസ്പെക്റ്റഡ് അവൾ ഊഹിക്കുന്നുണ്ട് അതിലെന്തോ ഒരു കെമിക്കൽ ഉണ്ട് അല്ലേ? അത് ശരിയാണോ? ഈസ് ദിസ് സസ്പീഷൻ ഈസ് കറക്റ്റ്? ആ ഊഹം ശരിയാണോ? ശരിയാണ് അല്ലേ? നമുക്കറിയാം. അപ്പോൾ അവിടെ എസ് നിടാം. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് റീസൺ? നമുക്കറിയാം അല്ലേ? ഫിഷ്
പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐസിലൊരു കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ്? അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് എഴുതാം, അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ഫോർ ഐസ് മൈനിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു preserve the fish and a minute amount of ammonium chloride cause cancer. Okay. ഇനി what method can be adopted to keep fish intact for a long time? അപ്പോൾ വേറെ ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് ഫിഷിനെ സൂക്ഷിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഡ്രൈഡ് അല്ലേ, ഉണക്കി സൂക്ഷിക്കാം, സോൾട്ടഡ് ആയിട്ട് സൂക്ഷിക്കാം, പിക്കിൾഡ് അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8, ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കറണ്ട് കണ്ടീഷൻ ഓഫ് ദ വാട്ടർ ബോഡി? അപ്പോൾ ഇവിടെ വാട്ടർ ബോഡി ഫുള്ളായിട്ട് മലിനമായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ കാരണം? കുറേ വേസ്റ്റൊക്കെ ഇതിൽ ഡംപ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ കെമിക്കൽസ്, ക്ലീനിങ് ആനിമൽസ്, വെഹിക്കിൾസ് അല്ലേ, വാട്ടർ ബോഡീസിൽ ഈ തരം വേസ്റ്റസൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. വാട്ട് ആർ ദ വേസ് ടു പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ? അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, മെത്തേഡ്സ് എന്തൊക്കെയാണ്? സയൻറ്റിഫിക്കലി സെപ്പറേറ്റ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ? പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ സയൻറ്റിഫിക്കലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എന്നെ ശരിക്കും ഡിസ്പോസ് ചെയ്യുക. എലിമിനേറ്റ് കെമിക്കൽ വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഓൺലി അലോ ക്ലീൻ വാട്ടർ ടു ഫ്ലോ ഔട്ട്. ഡു നോട്ട് വാഷ് എനിമൽ, വെഹിക്കിൾ എക്സെട്ര ഇൻ ദ വാട്ടർ ബോഡീസ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ഈ ഒരു പിക്ചർ നോക്കിയേ, എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. വിച്ച് എക്ലിപ്സ് ഡസ് ദിസ് റെഫേഴ്സ് ടു? അപ്പോൾ ഇത് ഏത് എക്ലിപ്സ് ആണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്? ലൂണാറാണോ സോളാറാണോ? നമുക്കറിയാം അല്ലേ, ഇവിടെ സണ്ണും മൂണിൻ്റെയും ഇടയിലായിട്ട് മിഡിലായിട്ടാണ് എർത്ത് വരുന്നത് അല്ലേ? അപ്പോൾ അതേതാണ്? ലൂണാർ എക്ലിപ്സ് ആണ് അല്ലേ? ലൂണാർ എക്ലിപ്സ്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റീസ് ഓഫ് സി ഇൻ ദ പിക്ചർ? അപ്പോൾ അവിടെ മൂണ് എർത്തിനെ റിവോൾവ് ചെയ്തിട്ട് ആ സി പൊസിഷനിൽ എത്തുന്നില്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറയാം? ദ മൂൺ ഈസ് ഇൻ ദ കംപ്ലീറ്റ് ഷാഡോ ഓഫ് എർത്ത് അല്ലേ? എർത്തിൻ്റെ ഷാഡോയിൽ ഫുള്ളായിട്ട് മൂണുണ്ട് അല്ലേ ആ സമയത്ത്. അതാണ് ലൂണാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഡയറക്ട്ലി ബട്ട് വി ഷുഡ് നോട്ട് ഒബ്സർവ് സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഒബ്സർവിങ് സോളാർ എക്ലിപ്സ്. അപ്പോൾ ലൂണാർ എക്ലിപ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കാം, പക്ഷേ സോളാർ എക്ലിപ്സ് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം സൂര്യഗ്രഹണം ഡയറക്റ്റായിട്ട് നോക്കുമ്പോഴും നമ്മൾ കണ്ണിന് കേടാണ് അല്ലേ, ഹാംഫുള്ളാണ് ഈ സൺറൈസ് ഒക്കെ. അപ്പോൾ അതിന് ഉപയോഗിക്കാനുള്ള ഏതൊക്കെ മാർഗ്ഗങ്ങളാണ് നമ്മൾ പഠിച്ചത്? ക്യാൻ ഒബ്സർവ് ബൈ യൂസിങ് ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ഇൻ ടെലിസ്കോപ്പ് ആൻഡ് ബൈനാക്കുലർ. ബൈനാക്കുലറും ടെലിസ്കോപ്പിലൊക്കെ ക്വാളിറ്റി ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നോക്കാം അല്ലേ? ഏതൊക്കെയാണ്? സോളാർ ഫിൽറ്റർ സ്പെക്സ് ഉണ്ട്, സോളാർ ഫിൽറ്റർ ടെലിസ്കോപ്പിൽ അല്ലേ, പിന്നെ പിൻ ഹോൾ പ്രൊജക്ടർ. അപ്പോൾ ഇതിലൊക്കെ ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ എന്താണ്? എൻ്റെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.